ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കൺട്രോളർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് എന്നതാണ്. ഇത് വളരെ ഒരു എല്ലാവർക്കും അറിയുന്ന ആപ്ലിക്കേഷനാണ്. പക്ഷേ എന്നാലും എങ്കിലും ചില ആൾക്കാർക്ക് അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആൾക്കാർ പലപ്പോഴും ഇത് വർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് പല തവണ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പം നമ്മൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ്, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് അറിയുന്ന ആൾക്കാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. കാരണം ഇത് അത്രയും ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. അതിൽ കണക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ ടെക്നിക്കലൊന്നും വേണ്ട അറിയുന്ന ആൾക്കാർക്ക്. ബട്ട് അല്ലാത്ത ആൾക്കാരും ഉണ്ടല്ലോ, അപ്പം നമ്മൾക്ക് അവർക്ക് വേണ്ടിയും കൂടെ വീഡിയോ ചെയ്യണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വിഷൻ കൺട്രോൾസിൻ്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ടെമ്പറേച്ചർ കൺട്രോളറാണ്. MTC1201 എന്ന് പറയുന്ന ഒരു മൾട്ടി സ്പാൻ്റെ ഒരു ഐറ്റമാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. MTC1201. ഓക്കെ. അപ്പോൾ ഇതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ കൺട്രോളറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സൈസിൽ നോർമലി നമുക്ക് വരുന്നത് 48x90 സംതിങ് അങ്ങനെയാണ് അതിൻ്റെ വലിപ്പം വരിക. അതായത് സെലക്കിൻ്റെ സബ്-സീറോ എന്ന് പറയുന്ന, സെലക്കിൻ്റെ CH403 എന്ന് പറയുന്ന മോഡല്, സബ്-സീറോൻ്റെ അതേപോലെ 7590 എന്ന് പറയുന്ന സാധനം, അങ്ങനെയുള്ളതാണ് വരിക. അത് വളരെ വലിപ്പം കുറവാണ്, ഏകദേശം ഇതിൻ്റെ ഒരു പകുതി തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് ആ സെയിം ഫങ്ഷനാണ്, പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് വലുതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് 72x72 ആണ്. ഓക്കെ, സ്ക്വയർ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ സെറ്റ് വാല്യൂം വരും, പ്രോസസ് വാല്യൂം വരും. അതായത് കറണ്ട് ടെമ്പറേച്ചർ ഇവിടെ കാണിക്കും, സെറ്റ് വാല്യൂ ഇവിടെ കാണിക്കും. ഒരു റിലേ ഔട്ട്പുട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് സൈഡ് നോക്കിയാൽ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ഇവിടെ കൂളിങ്ങിനും നമുക്ക് ഉപയോഗിക്കാം, ഹീറ്റിങ്ങിനും ഉപയോഗിക്കാം. സെൻസർ വന്നിട്ട് PT100 മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ റിലേ ഔട്ട്പുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെർമിനൽസ് പറയുകയാണെങ്കിൽ 1ഉം 2ഉം ഫേസും ന്യൂട്രലും നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റിലേ നമ്മളിപ്പോൾ എടുത്തിട്ടില്ല, ജസ്റ്റ് നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ ആയതുകൊണ്ട് റിലേ എടുത്തിട്ടില്ല. പിന്നെ PT100ൻ്റെ 3 വയർ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടെർമിനൽസ് എന്ന് പറയാനുള്ളത്. പിന്നെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ നോർമലി ഒരു ടെമ്പറേച്ചർ കൺട്രോളറായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ചിലതിനകത്ത് ഒന്നിൽ കൂടുതൽ റിലേ ഔട്ട്പുട്ട് ഉണ്ടാവും, പിന്നെ SSR ഔട്ട്പുട്ട് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് PIDയിലൊക്കെ ആണെങ്കിൽ SSR ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഓവറോൾ പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒരു കൺട്രോളിങ് മാത്രമേ ഉള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ 0 to 100 ഡിഗ്രിയാണ് ഹീറ്റിങ്ങിന് ഇതിനകത്ത് പറ്റുന്നത്. കൂളിങ്ങിനാണെങ്കിൽ -50 to 100 ഡിഗ്രി വരയ്ക്ക് നമുക്കിതിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എത്രയാണോ നമ്മൾ സെറ്റ് പോയിന്റ് സെറ്റ് ചെയ്യുന്നത്, ആ സെറ്റ് പോയിന്റിൽ എത്തുന്ന സമയത്ത് ഈ റിലേ ഓൺ ആവും. അതാണ്, അത്രയും മാത്രമാണ് ഇതിൻ്റെ ഫങ്ഷൻ. ഓക്കെ. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഹൈ ലെവലും ലോ ലെവലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ മോഡലിലേക്ക് പോകേണ്ടി വരും. ഇത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള മോഡലാണ്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഹൈ വാല്യൂ എത്തിയിട്ട് ഇപ്പോൾ 40 ഡിഗ്രി എത്തി കട്ട് ഓഫ് ആവണം, അടുത്തത് നമുക്ക് 25 ഡിഗ്രി എത്തുമ്പോൾ മാത്രമേ ഓൺ ആവാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു തരം പ്രോഗ്രാമാണ്. അത് ഇതിനകത്തില്ല. ഇപ്പോൾ തൽക്കാലം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ സെറ്റ് പോയിന്റ് സെറ്റ് ചെയ്തിട്ട് ആ സെറ്റ് പോയിന്റ് എത്തുന്ന സമയത്ത് കട്ട് ഓഫ് ആകുന്നത് മാത്രമാണ് നമ്മളിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് പവർ അപ്പ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പവർ ഓൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഓണായി. അപ്പോൾ നമുക്കറിയാം ഇതാണ് ഇപ്പോഴത്തെ റൂം ടെമ്പറേച്ചർ. 26.3 ആണ് ഇപ്പോഴത്തെ കറണ്ട് ടെമ്പറേച്ചർ. നമ്മൾ സെറ്റ് പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുന്ന 40 ഡിഗ്രിയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടെ ഒരു എലഗൻ്റ് ആയിട്ടുണ്ട്. ലൈറ്റ് കാണാനും നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. പിന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ സെറ്റ് പോയിന്റ് വാല്യൂ 40 ഡിഗ്രിയാണ്, നമുക്ക് പ്രോസസ് വാല്യൂ ചേഞ്ച് ചെയ്ത് നോക്കാം. അതിന് നമ്മൾ ഒരു ഹീറ്റ് ഗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് നോക്കാം.
ഇതിനകത്ത് 40 ഡിഗ്രി നമ്മൾ 40 ഡിഗ്രി സെറ്റ് ചെയ്തെങ്കിൽ ടെമ്പറേച്ചർ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഹീറ്റ് ഗൺ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്യാം, എങ്കിലേ ഇത് കൂളാവുള്ളൂ. നമ്മൾ അല്ലെങ്കിൽ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കാം വെള്ളം ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു. നമ്മളിപ്പോൾ 35 എത്തുമ്പോൾ റിലേ ഓൺ ആവും. 5 ഡിഗ്രിയാണ് നമ്മളിതിൻ്റെ ഹിസ്റ്റീരിസിസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 5 ഡിഗ്രി ഡിഫറൻസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 40-ൽ ഓൺ ആവും, 35-ൽ കട്ട് ഓഫ് ആവും. ഇതാണ് നമ്മൾ പാരാമീറ്ററായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹിസ്റ്റീരിസിസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഇതുണ്ടോ, ഇത് നമ്മൾ 5 ഡിഗ്രിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 5 ആണ് സെറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഡിഫറൻസ് വരുന്നത്. സെറ്റ് പോയിന്റ് സെറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ സെറ്റ് എന്നുള്ള വാല്യൂയിൽ പോയിട്ട് നമുക്ക് സെറ്റ് പോയിന്റ് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. ഇനി നമ്മൾ സെയിം ആ ഒരു സെൻസർ നമ്മളിപ്പോൾ RTDൻ്റെ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള സെൻസറാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇത്തരം ഒരു സെൻസറാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി നമ്മൾ ജസ്റ്റ് അത് മാറ്റിയിട്ട് പകരം നമ്മൾ വേറൊരു സെൻസറാണ് കണക്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ സെയിം RTD തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് വെരി സ്മോൾ. ഇത് ഏകദേശം ഒരു 6 mm ആണ് ഇതിൻ്റെ ഡയ. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സെൻസറാണിത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 3 വയറാണ് വരുന്നത് കേട്ടോ. 3 വയർ വരുന്നുണ്ട്. അതായത് ഒരു റെഡ് വയറും 2 വൈറ്റും വരുന്നുണ്ട്. നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടെർമിനകത്ത് റെഡാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ടെർമിനകത്ത് വൈറ്റ് ആണ് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ വയറിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഹീറ്റ് ഗൺ ഉപയോഗിക്കാം. അപ്പോൾ ഹീറ്റ് ഗണ്ണ് ശരിക്കും ഒന്ന് റിസ്ക് ആണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഇത് ഡെമോൺസ്ട്രേഷൻ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വയറെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഇതിന് ഹീറ്റ് കൊടുക്കാൻ. നല്ല ടെമ്പറേച്ചർ വരുന്നുണ്ട് ഇതിനകത്ത്. ഡിഗ്രി എത്തി. ഇവിടെ റിലേ ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് 45 ഡിഗ്രിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. 45 ഡിഗ്രി എത്തിയാൽ മാത്രമേ എന്താവുള്ളൂ, ഇത് റിലേ വീണ്ടും ഓൺ ആവുള്ളൂ. അപ്പോൾ നമുക്ക് 35 ഡിഗ്രി കേട്ടോ. 40 നമ്മൾ സെറ്റ് പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 5 ആണ് നമ്മൾ ഹിസ്റ്റീരിയസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 35-ൽ റിലേ ഓൺ ആവണം കേട്ടോ. 35-ൽ കറക്റ്റായിട്ട് റിലേ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു ഓവറോൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ 2 സെൻസർ എന്തിനാണ് ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു തരം സെൻസറാണ്. നമ്മളെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ഇത് ഇൻസേർട്ട് ചെയ്യാനും വളരെ എളുപ്പമാണ്. സൈസും വളരെ കോമ്പാക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അത്തരം ഡീഹൈഡ്രേറ്റർ അല്ലെങ്കിൽ ഇൻക്യുബേറ്റർ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിലെല്ലാം നമുക്ക് ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരം സെൻസറാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ഒരു ഡിവൈസാണ്, അതായത് മൾട്ടിസ്പാനിൻ്റെ ഒരു മോഡലാണ്. ഇനി ഇത് കൂടാണ്ട് ഇതിനകത്ത് ഒത്തിരി മോഡൽസ് ഉണ്ട്. ഈവൻ മൾട്ടിസ്പാനിൽ തന്നെ കുറേ വേരിയേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ വേരിയബിൾ മോഡൽസ് ഉണ്ട്. അതേപോലെ സെലക്ക് അല്ലെങ്കിൽ സബ്സീറോ അല്ലെങ്കിൽ അങ്ങനെ ധാരാളം ടെമ്പറേച്ചർ കൺട്രോളേഴ്സ് ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസും അതേപോലെ തന്നെ വേരി ആവും കേട്ടോ. അതായത് നമുക്കറിയാമല്ലോ, എല്ലാ ബ്രാൻഡിലും ഉള്ള പോലെ തന്നെ ലോവർ കോസ്റ്റ് മുതൽ ഒരു പ്രീമിയം കോസ്റ്റ് വരയ്ക്കുള്ള
ഡിവൈസസും ഉണ്ട്. പക്ഷേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ റിലയബിലിറ്റിയും അതിൻ്റെ ആക്യുറേസിയും ഡിഫറൻ്റ് ആയിരിക്കും. അതേപോലെ അതിൻ്റെ ഒരു ലൈഫ് സ്പാനും ഡിഫറൻ്റ് ആയിരിക്കും. ഇതാണ് ഈ ഡിവൈസസ് മാറുമ്പോൾ ഉള്ള പ്രത്യേകത. പിന്നെ നമുക്ക് എത്രത്തോളം സെൻസിറ്റീവ് ആണ് നമ്മളുടെ ആപ്ലിക്കേഷൻ. നോർമലി ഒരു 5 ഡിഗ്രി അല്ലെങ്കിൽ 2 ഡിഗ്രി ഒക്കെ ഡിഫറൻസ് വന്നാൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ട് നോർമൽ ഐറ്റം വാങ്ങിച്ച് നമ്മൾ വെച്ചാൽ മതി. അതല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആണ്, നമുക്ക് അത് കൃത്യമായിട്ട് കൺട്രോളിങ് നടക്കണം, ആക്യുറസി വളരെ ഹൈ ആണ്, റിപ്പീറ്റബിലിറ്റി വളരെ ഹൈ ആണ് എന്നുള്ള ക്രൂഷ്യൽ ആപ്ലിക്കേഷൻസിൽ അത്രയും തന്നെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം തന്നെ നമ്മൾ വാങ്ങിച്ച് ഫിറ്റ് ചെയ്താലേ അത് വർക്കാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ പ്രോസസ്സിനെ അത് ബാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഡിവൈസിൻ്റെ കോസ്റ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രോസസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ വരുന്ന നഷ്ടം വളരെ ഹ്യൂജ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബ്രാൻഡ് നല്ല രീതിയിൽ നോക്കി സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിക്വയർമെൻറ്റോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക്